അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അഷ്മിന സി എച്ച്. സോ ഞാൻ ആദ്യം തന്നെ പറയുവാണ്, എൻ്റെ വീഡിയോ കുറച്ച് ലോങ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കേട്ടിരിക്കണം എന്നില്ല. നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്യാനും സാധ്യത കൂടുതലാണ്. എന്നാലും നിങ്ങൾ മനസ്സ് വെച്ച് കേട്ടിരിക്കുകയാണെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് മലാല യൂസഫ്സായി, ദ ഗ്രേറ്റ് നോബൽ പ്രൈസ് വിന്നറായ വ്യക്തിയെ പറ്റിയാണ്. ആ വ്യക്തിയെ പറ്റി മുഴുവനായിട്ട് പറയുന്നില്ല, എന്നാലും ആ വ്യക്തിയുടെ ചില കാര്യങ്ങൾ എന്നെ ഇൻസ്പയർ ചെയ്ത കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇന്ന് ഷെയർ ചെയ്യുന്നത്. ആ വ്യക്തിയുടെ ഓരോരോ കാര്യങ്ങൾ എന്നിൽ ഇൻസ്പയർ ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നേ എനിക്ക് ഇതൊക്കെ പോട്ടെ, ഇത് ഞാൻ ഈ വീഡിയോ ഒക്കെ തുടങ്ങുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളതും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതും, എല്ലാവരും ദയവ് ചെയ്ത് ഈ ഒരു അവസ്ഥയിൽ വീട്ടിലിരിക്കുക. നിങ്ങൾക്ക് അറിയാം, ഓരോരുത്തർക്കും ഓരോ അത്യാവശ്യങ്ങളും തിരക്കുകളും ഒക്കെ ഉണ്ടാവും, ശരിയാണ്. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരിക്കുക ഈ ഒരു അവസ്ഥയിൽ. കാരണം നമുക്കേ നമ്മളെ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ തന്നെ ഒരാൾ പുറത്ത് പോവുക, എന്നിട്ട് മറ്റുള്ളവരുടെ ആവശ്യങ്ങളുടെ സാധനങ്ങളോ എന്തെങ്കിലും വാങ്ങിക്കാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലിസ്റ്റ് എഴുതി കൊടുക്കുക. പിന്നെ പുറത്ത് പോകുമ്പം മാസ്ക് ധരിക്കണം, മാസ്ക് ധരിക്കാതെ പോകരുത്. പിന്നെ പുറത്തുനിന്ന് തിരിച്ച് വന്നു കഴിഞ്ഞാൽ കൈ കാലുകളൊക്കെ കഴുകുക, അത് നിർബന്ധമായിട്ടും ചെയ്യുക. അത് നമ്മളുടെ ഒരു സേഫ്റ്റിക്ക് ആണ് കൈ കാലുകളൊക്കെ കഴുകുന്നത്. അപ്പോൾ എന്താ പറയുക, എനിക്കിപ്പോഴും ഒരു കാര്യം മനസ്സിലാവാത്തത് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ നാട് അല്ലെങ്കിൽ നമ്മളുടെ ഇന്നത്തെ ഈ ലോകം ജാതിക്ക് വേണ്ടി, മതത്തിന് വേണ്ടി, അല്ലെങ്കിൽ ലോ ക്ലാസ് പീപ്പിൾ, ഹൈ ക്ലാസ് പീപ്പിൾ എന്നിങ്ങനെ മനുഷ്യരെ പല വിഭാഗങ്ങളായി തിരിച്ചിട്ടിരിക്കുകയാണ് അല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ ഈ പറയുന്ന എല്ലാ ആൾക്കാരും അനുഭവിക്കുന്നുണ്ട് ഇന്ന് ഈ കോവിഡ്-19 ചെറിയൊരു വൈറസാണ്. അത് നമ്മുടെ കണ്ണിൽ പോലും കാണാൻ പറ്റാത്ത ഒരു വൈറസ്. നമുക്ക് കണ്ണുകൊണ്ട് പോലും കാണാൻ പറ്റില്ലല്ലോ ആ വൈറസിനെ. അപ്പോൾ എന്നിട്ട് ആ വൈറസ് ബാധിക്കുന്നത് ഈ ജാതിനെയാണോ, അല്ലെങ്കിൽ മതത്തിനെയാണോ, ഹൈ ക്ലാസ് പീപ്പിളിനെയാണോ, ലോ ക്ലാസ് പീപ്പിളിനെയാണോ? ആരെയാണ് ഈ കോവിഡ് ബാധിക്കുന്നത്? നമ്മൾ ഓരോ മനുഷ്യരെയാണ് ഇന്ന് ഈ കോവിഡ് ബാധിക്കുന്നത്. അതിന് ജാതിയോ മതമോ ഹൈ ക്ലാസ്സോ ലോ ക്ലാസ്സോ പൂറോ റിച്ചോ എന്നിങ്ങനെ ഒരു വ്യത്യാസവും ഇല്ലാതെയാണ് ഇന്ന് നമുക്ക് ബാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. ചിന്തിക്കൂ, പ്രവർത്തിക്കൂ, കൊറോണയെ പേടിക്കാതെ ധൈര്യത്തോടെ അതിന് വേണ്ടുന്ന പ്രിക്കോഷൻസ് എടുക്കുക. അത്രമാത്രമേ എനിക്ക് ഇന്നത്തെ ഈ സിറ്റുവേഷനിൽ നിങ്ങളോട് പറയാനുള്ളൂ. അപ്പോൾ ഞാൻ അടുത്തത് പോകുന്നത് എൻ്റെ വീഡിയോയിലേക്കാണ്. എൻ്റെ വീഡിയോയിലേക്ക് പോകുന്നതെന്ന് പറയുമ്പോൾ തന്നെ ഞാൻ അവളെ പറ്റി, ലൈക്ക് ഗ്രേറ്റ് വുമൺ ഹു ഫൈറ്റ് ഫോർ ദ എഡ്യൂക്കേഷൻ, അതും എസ്പെഷ്യലി ഫീമെയിൽ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്ത്. അപ്പോൾ ഞാൻ അവരെ പറ്റി പറയുകയാണെങ്കിൽ, ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ ഇന്ന് വേൾഡ് തന്നെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് അധികം പറയേണ്ട ആവശ്യം വരില്ല, പക്ഷെ ഞാൻ എന്നും എൻ്റെ ഉള്ളിലൊരു ആഗ്രഹമുണ്ട്. എപ്പോഴും ഞാൻ വിചാരിക്കും, എനിക്ക് ആ വ്യക്തി എന്നെ ഇൻസ്പയർ ചെയ്ത്, അല്ലെങ്കിൽ ആ വ്യക്തിനെ പറ്റി ഒന്ന് പബ്ലിക്കിൻ്റെ മുന്നിൽ സംസാരിക്കണം, അല്ലെങ്കിൽ ഒന്ന് പബ്ലിക്കിൻ്റെ മുന്നിൽ എനിക്ക് പറയണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ആ വ്യക്തിനെ പറ്റി എഴുതുന്നത്. എനിക്ക് മുഴുവനായിട്ട് പറയാൻ പറ്റില്ല. നിങ്ങളിത് കേട്ടിട്ട് നിങ്ങൾ ഇൻസ്പയർഡ് ആയി കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യണം, ഇതിൻ്റെ പാർട്ട് 2 ഇടണം എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ ഇതിൻ്റെ പാർട്ട് 2 ഇടുന്നതായിരിക്കും. അപ്പോൾ വേറൊരു കാര്യം കൂടി പറയുന്നത്, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ ഓളും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഓരോ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇനി എൻ്റെ വീഡിയോയിലേക്ക് കടക്കുക എന്ന് വെച്ചാൽ, ഞാൻ അവരെ പറ്റി എന്താ പറയുക, എന്തായാലും നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയുന്ന കാര്യമാണല്ലോ. അപ്പോൾ എനിക്ക് ബൈ ഹാർട്ട് പറയാനൊന്നും അറിയില്ല. അവരെ പറ്റി അറിഞ്ഞത് എൻ്റെ മൈൻഡിലുണ്ട്, പക്ഷേ എന്നാലും എനിക്ക് ബൈ ഹാർട്ട് പഠിച്ച് പറയാനൊന്നും അറിയത്തില്ല. ഞാൻ അവരെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് വായിച്ചു തരാം. ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. സിമ്പിൾ ഇംഗ്ലീഷാണ്, എന്നാലും നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും അതെന്താ കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ ഞാനത് വായിക്കാൻ പോവുകയാണ്. ലെറ്റ്സ് സ്റ്റാർട്ട്. ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. When Malala Yousafzai was a little girl in Pakistan, she decided to be a doctor. She grown up, she knew she would have to go to school for many years and study very hard.
but Malala didn't mind at all. She loved everything about school. She loved reading. She loved history and geography, and since science, she loved studying religion. She enjoyed writing and reading stories to her classmates. When her teacher talked about something new, she couldn't wait to learn. Tests were difficult, but it was fun for her, and especially when she had studied hard and she knew the answers. And then Malala was 10 years old. Her life changed was come to Minoga, the city where she lived. A group of violent fighters called the Taliban had taken over her beloved Sut Valley. They were saying that would soon be stopped from going to school, not boys, just girls. The Taliban started destroying girls' school. The Pakistan army arrived to stop them. Become war zone. I was very dangerous. People were afraid to go out. Malala wondered how she could not ever become a doctor of she allowed to learn. She wished there was something she could do to help keep a school open. Many were closed, and few students uh, were not going to the school which were open. But Malala went to the school every day. Malala spoke out. She told to the newspaper that she was afraid the Taliban would close her school. She talked about how frightening her life than anything she wanted to go to school. Malala was becoming famous. People were talking about her. Some Taliban fighters learned her name and decided to take receiving at on October 9, 2012. Two of them stopped her school bus. One walked around to the back and looked inside. Then he shot Malala. Malala Yousafzai was lucky to survive. She was flown to a hospital where she recovered. Did she stop talking? Do you guys think did she stop talking against the girls' education? No, never. She never stopped her fight against girls' education. When she was better, she went on working for the right of all children to be educated, but she never stopped learning and studying and going to school. On July 2000, she addressed hundreds of young people at the United Nations Youth Assembly in New York City. So here she stands, one girl among many. She said, "I speak for myself, but for all girls and boys, I raise my voice not so that I can shout, but so that those without a voice can be heard." Malala Yousafzai want one thing only, an education. She spoke up and people listened. Things began to change little by little until the whole world was listening. അപ്പോൾ നിങ്ങൾക്ക് ഹൂ ഈസ് മലാല യൂസുഫ്സായി എന്ന് ഈ പറഞ്ഞ ഇതിലൂടെ മനസ്സിലായി കാണും. അപ്പോൾ ഞാൻ ഈ വ്യക്തിയെ കണ്ടിട്ടല്ല പഠിക്കുന്നത്, അല്ലെങ്കിൽ ഈ വ്യക്തിയെ പോലെ അല്ല ഞാൻ പഠിക്കുന്നത്. ഈ വ്യക്തി പറഞ്ഞ ഓരോ വാക്കിലൂടെയാണ് ഞാൻ പഠിക്കുന്നത്. ഈ വ്യക്തി പറഞ്ഞ ഒരു വാക്ക് ഞാൻ ഇന്നും എൻ്റെ കാതുകളിൽ ഓർമ്മയുണ്ട്. ഈ വ്യക്തി പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ വാണ്ട് പീപ്പിൾ ടു ലേൺ ഫ്രം മൈ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ വ്യക്തി പറയുന്നത്, എനിക്ക് എന്നെ കണ്ടിട്ടല്ല ആൾക്കാർ പഠിക്കേണ്ടത്, അല്ല എന്നെ കണ്ടിട്ടല്ല ഓരോ വ്യക്തിയും പഠിക്കേണ്ടത്. എൻ്റെ വാക്കുകൾ എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് കേട്ടും കണ്ടും വേണം ഓരോ വ്യക്തിയും പഠിക്കേണ്ടത് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ എന്താ പറയുക, ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ വ്യക്തിക്ക് നോബൽ പ്രൈസ് കിട്ടിയ ഈ വുമൺ. ഷീ ഈസ് ജസ്റ്റ് 23, ലൈക്ക് ഷീ ബോൺ ഇൻ 1997. അതായത് എൻ്റെ ഒരു വയസ്സിന് മൂത്തതാണ് ആ കുട്ടി, ആ വ്യക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് ആ വ്യക്തിക്ക് നോബൽ പ്രൈസ് കിട്ടിയ കാര്യങ്ങളാണ്. ആ നോബൽ പ്രൈസ് കിട്ടിയ ഒരു ചെറിയൊരു വിവരണം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. മലാല യൂസഫ്സായിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്.
പറയാനുണ്ട്. എല്ലാം കൂടി എനിക്ക് ഒറ്റ വീഡിയോയിൽ പറയാൻ സാധിക്കുന്നതല്ല. So in October 2014, Malala, along with Indian children right activist Kailash Satyarthi, was named a Nobel Prize Peace winner at the age of 70. She became the youngest person to receive the prize. Not only the Nobel Prize she received many other national and international honors also. ഈ ഒരു നോബൽ പ്രൈസ് മാത്രമല്ല മലാലയ്ക്ക് കിട്ടിയിട്ടില്ല, ഒട്ടനവധി പ്രൈസുകൾ മലാലയ്ക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അവരിന്ന് അറിയപ്പെടുന്നത് ആക്ടിവിസ്റ്റ് ഫോർ ദ റൈറ്റ് ടു എഡ്യൂക്കേഷൻ എസ്പെഷ്യലി ഫോർ ഗേൾസ്. അതാണ് പോയിന്റ്, എസ്പെഷ്യലി ഫോർ ഗേൾസ്. അതായത് നമ്മളെ പോലത്തെ പെൺകുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണ് ഇന്ന് മലാല ഫൈറ്റ് ചെയ്യുന്നതും. ഇന്ന് മലാലയുടെ സ്വന്തം എഡ്യൂക്കേഷന് വേണ്ടി മാത്രമല്ല, നമുക്ക് എഡ്യൂക്കേഷൻ ഇമ്പ്രൂവ്മെൻറ്റ്, നമ്മളുടെ ഗേൾസിന് നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുമായിട്ടാണ് മലാല വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തീർച്ചയായും നമുക്ക് തന്ന ഓപ്പർച്യൂണിറ്റീസുകൾ മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കണം. മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. അതും കൂടി പറഞ്ഞ് നിങ്ങൾ അധികം ഞാൻ ബോറടിപ്പിക്കുന്നില്ല. അതും കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ബിക്കോസ് ഇനി നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അവരെ പറ്റി പറയുന്നതായിരിക്കും. സോ അടുത്ത മറ്റൊരു കാര്യം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോയിൻ്റ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തതെന്നു വെച്ചാൽ, അവരൊരു ഇൻ്റർവ്യൂവിൽ ഒരു ഇൻ്റർവ്യൂവർ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു അവരോട്. ആ ക്വസ്റ്റ്യനുള്ള ആൻസറാണ് ആ ക്വസ്റ്റ്യനോടുള്ള ആൻസറുമാണ് എന്നെ കൂടുതൽ ഇൻസ്പയർ ചെയ്യിപ്പിച്ചതും കൂടുതൽ എനിക്ക് ഇഷ്ടമായ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത് ഞാൻ എന്നും നിങ്ങളടുത്ത് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ആ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്ട് ക്യാൻ എ മെൻ ഡു ടു ഹെൽപ്പ് അച്ചീവ് എഡ്യൂക്കേഷൻ ഫോർ ഗേൾസ് ഇൻ ദർ കമ്മ്യൂണിറ്റീസ്? ഇതിനുള്ള മലാല യൂസഫ്സായിയുടെ ആൻസറാണ് അതിലും കൂടുതൽ എന്നെ ഇൻസ്പയർഡ് ആക്കിയത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതിനുള്ള മലാല യൂസഫ്സായിയുടെ ആൻസർ ഞാൻ വായിക്കാം. ഈ സിമ്പിൾ ഇംഗ്ലീഷാണ്, നിങ്ങൾക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. അധികം ടഫായിട്ടുള്ള ഗ്രാമർ വേർഡ്സ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ ആൻസർ വായിക്കുകയാണ്. വെൽ, ഐ തിങ്ക് men have to do a lot, and my father is an inspiration because his 5 sisters could not go to school, so he decided he would allow his one daughter to go to school to get her education and then to raise her voice. And today, when we started combining in Swat Valley, when terrorism started, when girls' education was banned, there are many other girls who wanted to speak out, but their parents and their siblings were stopped them, and they were like, keep quiet, be in house. But Malala's opinion was, we have to believe in girls, we have to believe in sisters, in our daughters, and allow them to be who they want to be. As my father says, if you do not clip their wings, just let them fly and let them achieve their dreams. So men have to come forward, they have to support women. It's better for the economy, better for each and every one of us. It will help the economy to grow even faster. It will improve the standard of living of each and every one of us. He also improve health. It also benefit the children, because when women are educated, they are also likely to take care of their children and their education and their future. ഒന്നുമല്ല, പിന്നെ നമ്മൾ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്, പണ്ടൊക്കെ വിചാരിക്കും പെൺകുട്ടികൾ പഠിച്ചിട്ട് എന്താക്കാനാണ്, പെൺകുട്ടികൾക്ക് ജോലിക്ക് പോകാൻ പറ്റുമോ ഇല്ലയോ എന്ന ഡൗട്ടായിരിക്കും. പെൺകുട്ടികളെ ജോലിക്ക് പറഞ്ഞു വിടാൻ പറ്റുമോ, ആൺകുട്ടികളില്ലേ, ആണുങ്ങളില്ലേ, അല്ലെങ്കിൽ പുരുഷന്മാരില്ലേ ജോലി ചെയ്യാൻ, പിന്നെ എന്തിനാണ് ഗേൾസ് എഡ്യൂക്കേഷൻ ചെയ്യുന്നത്? പക്ഷെ നമുക്കും ആൺകുട്ടികളെ പോലെ മാത്രമല്ല, പെൺകുട്ടികൾക്കും പറക്കാൻ ആഗ്രഹങ്ങളൊക്കെ ഇല്ലേ, പെൺകുട്ടികൾക്കും പഠിക്കണം എന്ന് ആഗ്രഹമില്ലേ, ജോലി വാങ്ങണം എന്ന് ആഗ്രഹമില്ലേ? എന്തുകൊണ്ട് പെൺകുട്ടികൾക്ക് ജോലി കൊടുത്തു? നിങ്ങൾ അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് കൊടുത്തു നോക്കുക, അപ്പോൾ അവരുടെ ഓപ്പർച്യൂണിറ്റീസ് നിറവേറ്റുന്നതായിരിക്കും. ഇന്ന് നമുക്ക് മുന്നിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകൾ, ഇന്ന് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, ഇന്ന് നമുക്കിടയിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകളുണ്ട്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ അവരെ
പിന്നെ കുറച്ച് തോട്ട്സ് ഞാൻ വീഡിയോയുടെ അവസാനം ലൈക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം കുറച്ച് തോട്ട്സ് അവരാൽ എനിക്ക് ഇൻസ്പയർഡ് ചെയ്ത കുറച്ച് തോട്ട്സിൻ്റെ പിക്സ് വീഡിയോയിൽ ഡിസ്പ്ലേ ആവുന്നതായിരിക്കും. അത് വായിച്ച് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. അപ്പോൾ തീർച്ചയായും കുറച്ച് പിക്സ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, അത് വായിച്ച് നോക്കുക. അണ്ടിൽ നെക്സ്റ്റ് വീഡിയോ, ബൈ. അസ്സലാമു അലൈക്കും.